കവടിയാർ വാർഡിൽ മത്സരിക്കാൻ പറഞ്ഞു, മത്സരിച്ചു. നല്ല വിജയം UDF ഉണ്ടായി. നമുക്ക് 2 ഇരട്ടി സീറ്റുകൾ കിട്ടി. അപ്പോൾ അത്തരത്തിൽ ഒരു ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിക്കുകയാണെങ്കിൽ സ്വമേധയാ സന്തോഷത്തോടെ അഭിമാനത്തോടെ അത് സ്വീകരിക്കും. ഞാൻ രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല. നമ്മൾ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ്. സർവേശ്വരൻ ധൈര്യം കാണിക്കുന്നതിനെ രക്ഷിക്കും. എല്ലാ ഉത്തരവാദിത്വവും കേരളത്തിൽ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയാകുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. എനിക്ക് പാർട്ടി അങ്ങനെ ഒരു അവസരം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ അത് വിജയത്തിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും അങ്ങനൊന്നും അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും UDFൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരും. നല്ല സ്ഥാനാർത്ഥികൾ കേരളത്തിലുടനീളമുണ്ട്. ഈ ജില്ലയിലെ 14 അസംബ്ലികളിലുമുണ്ട്. സ്ഥാനാർത്ഥിയായാലും സ്ഥാനാർത്ഥി അല്ലെങ്കിലും 100% പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തായാലും നന്നായിട്ട് തന്നെ കാര്യങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. എന്തായാലും പ്രഖ്യാപനം വരട്ടെ. നമ്മൾ വെറുതെ ചാടിക്കയറി ഇല്ല, അത് കുഴപ്പമില്ല. പല BJPയുടെ പട്ടിക ചർച്ച ഇന്ന് തുടങ്ങും. എനിക്ക് തോന്നുന്നു എത്രയോ സീറ്റുകളുടെ ഇന്ന് ബാക്കിയുണ്ട്. അവരുടെ തന്നെ പല ഘടകകക്ഷികളും പ്രശ്നമായിട്ടിരിക്കുകയാണ്. LDFൻ്റെ പട്ടികയിൽ ഉള്ള ആൾക്കാരും ഇല്ലാത്ത ആൾക്കാരുടെയും ഒരു മലവെള്ളപ്പാച്ചിൽ മറ്റു പാർട്ടികളിലേക്കും കോൺഗ്രസിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷ മൂല്യം തകർന്നിരിക്കുകയാണ്. അവരും BJP തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ജനങ്ങൾ കാണുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരമൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിനെതിരെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. കോർപ്പറേഷനിൽ പോലും അവർ ചെയ്യുന്ന ചില അഡ്ജസ്റ്റ്മെൻറ്റിനെതിരേക്കുള്ള ശക്തമായിട്ടുള്ള ഇപ്പം കോർപ്പറേഷനിലെ നികുതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അത് LDFനാണ്. അപ്പോൾ BJPക്ക് 50 സീറ്റ് കിട്ടിയിട്ട് LDFിനിതല്ലേ. അതോടൊപ്പം തന്നെ PM ശ്രീ പദ്ധതി അത് ഒപ്പിട്ടത് ശ്രീ രാജീവ് ചന്ദ്രശേഖരനും ഒപ്പിട്ടത് ശ്രീ ശിവൻകുട്ടിയും ഒപ്പിടാൻ സഹായിച്ച ചന്ദ്രശേഖരനുമാണ്. ഇപ്പോൾ LDF BJP ഒരു സ്ഥലത്ത്, കോൺഗ്രസും UDFും ശക്തമായി ജനങ്ങൾക്കൊപ്പം. ജനങ്ങൾ സ്വീകരിക്കും. നമ്മുടെ ടാഗ് ലൈൻ പോലെ തന്നെ കേരളം ജയിക്കും, UDF നയിക്കും. ഓക്കെ. അല്ല, ഞാൻ ഒരു മണ്ഡലത്തെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. പക്ഷേ ഒരു മണ്ഡലവും ആരുടെയും കുത്തകയില്ല. ഈ പറയുന്ന മണ്ഡലത്തിൽ തന്നെ LDFൻ്റെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ വിജയിച്ചിട്ടുണ്ട്. LDFൻ്റെ പരിണിതപ്രജ്ഞരായ ആളുകൾ തോറ്റിട്ടുണ്ട്. BJPയുടെ വലിയ നേതാക്കൾ ജയിച്ചിട്ടുണ്ട്. BJPയുടെ വലിയ നേതാക്കൾ തോറ്റിട്ടുണ്ട്. ശ്രീ ശക്തൻ സാർ എത്രയോ കാലം നേമത്ത് MLA ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കണക്കുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു നിയോജകമണ്ഡലവും ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. ഒരു ബാലികേറ മലയല്ല. നിയമം ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ എല്ലാ നിയോജകമണ്ഡലങ്ങളും വിജയിക്കുവാനുള്ള ഒരു സംഘടനാ സംവിധാനവും അതോടൊപ്പം ജനങ്ങളുടെ ഒരു ആഗ്രഹവുമുണ്ട്. എന്തായാലും ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയുകയാണ്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ നല്ല വിജയം UDFനുണ്ടാകും, കോൺഗ്രസിനുണ്ടാകും, കേരളത്തിൽ നല്ല വിജയം ഉണ്ടാകും. സർവേശ്വരൻ അനുഗ്രഹം നമുക്കെല്ലാം ഉണ്ടാകും. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു അസംബ്ലിയെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇത് നിയമത്ത് മത്സരിക്കുന്നത് ശിവൻകുട്ടി ചേട്ടനാണ്. അദ്ദേഹം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു മേയർ അദ്ദേഹമാണ്. ഞാൻ സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ ആദ്യം കാണുന്ന മേയർ ശിവൻകുട്ടി ചേട്ടനാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ കവടിയാർ വാർഡിലെ വോട്ടറാണ്. ഞാൻ ഈ നഗരത്തിൽ തന്നെ പഠിച്ചും വളർന്നും വിദ്യാഭ്യാസം നടത്തിയും പൊതുപ്രവർത്തനവും ഒക്കെ നടത്തിയ ഒരാളാണ്. ഒരു അസംബ്ലിയെക്കുറിച്ചോ ഒരു കാൻഡിഡേറ്റിനെക്കുറിച്ചോ പറയുന്നില്ല. പക്ഷേ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം, ഒരു ത്രില്ലാണ്. സർവേശ്വരൻ ധൈര്യം കാണിക്കുന്നതിനെ സഹായിക്കും. ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫെയർടെക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്. ഫെയർടെക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ. ഹൈ ക്വാളിറ്റി GA ഷീറ്റിൽ നിർമ്മിക്കുന്നവ. തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു. ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു. ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല. ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം. ഇനി ഫെയർടെക് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ. സമയവും സമ്പത്തും ലാഭിക്കൂ. ഫെയർടെക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്.